വ്യാജ അതിജീവിത എന്ന് അധിക്ഷേപിച്ച രാഹുൽ ഈശ്വറിന്റെ നടപടി ജാമ്യവ്യവസ്ഥയുടെ ലംഘനമെന്ന് പോലീസ്. ഇതോടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് റിപ്പോർട്ട് പ്രോസിക്യൂഷൻ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിക്കും. യുവതി നൽകിയ പരാതിയിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നീക്കം. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഒരു തവണയല്ല തുടർച്ചയായി രാഹുൽ ഈശ്വർ ഈ യുവതിയെ അധിക്ഷേപിക്കുന്നുണ്ട്. യുവതി ഇരയോ അതിജീവിതയോ അല്ല. ഇവിടെ ആരാണ് അതിജീവിത അല്ലെങ്കിൽ അതിജീവിതൻ ആരാണെന്നല്ല ചർച്ച, സത്യം എന്താണെന്ന് അറിയണം എന്ന രീതിയിലുള്ള വാദഗതികളുമായി രാഹുൽ ഈശ്വർ മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തിയിരുന്നു. മാത്രമല്ല, താൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടില്ലെന്നും സൂചിപ്പിച്ചിരുന്നു. പക്ഷെ കർശന ഉപാധികളോടെയാണ് രാഹുൽ ഈശ്വറിന് കോടതി ജാമ്യം അനുവദിച്ചത്. യുവതിയെ വീണ്ടും അധിക്ഷേപിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി രാഹുൽ ഈശ്വർ അത്തരം പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് പോലീസിൻ്റെ പുതിയ നീക്കം? ജാമ്യവ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് രാഹുൽ ഈശ്വർ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വിലയിരുത്തലാണ് പോലീസ്. അത് പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് തയ്യാറാക്കാനിടയായ സാഹചര്യം നമുക്കറിയാം. കഴിഞ്ഞ ദിവസമാണ് തന്നെ വ്യാജ അതിജീവിതയെന്ന് ആക്ഷേപിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ വീണ്ടും ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തുവെന്ന് കാണിച്ച് യുവതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. ആ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് പ്രോസിക്യൂഷൻ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം ഇതേ റിപ്പോർട്ടിൻ്റെ പകർപ്പ് സംസ്ഥാന പോലീസ് ആസ്ഥാനത്തെ ലീഗൽ അഡ്വൈസർക്ക് കൂടി കൈമാറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. ജാമ്യവ്യവസ്ഥയുടെ ലംഘനം രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നുവെന്ന വിലയിരുത്തലിൽ പോലീസ് ഉറച്ചു നിൽക്കുകയാണ്. അത് പോലീസ് റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടാകുകയും ജാമ്യവ്യവസ്ഥ ലംഘിക്കപ്പെട്ടുവെന്ന് കോടതി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ രാഹുൽ ഈശ്വറിനെതിരെ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടന്നേക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇരയുടെ മേൽവിലാസം, അതായത് പരാതിക്കാരിയുടെ മേൽവിലാസം കൃത്യമായി പുറത്തു വരുന്ന തരത്തിലുള്ള ഇടപെടലാണ് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നത് എന്ന വിലയിരുത്തലാണ് പോലീസ്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ അടക്കം പോലീസിൻ്റെ കൈവശമുണ്ട്. അതുകൂടി അതിലെ വിശദാംശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി അത് പോലീസ് ആസ്ഥാനത്തേക്കും അതോടൊപ്പം സെഷൻസ് കോടതിയിലേക്കും അയച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇത് ഡാൻ, നമുക്കറിയാം രാഹുൽ ഈശ്വർ വളരെ നിയമപരിജ്ഞാനമുള്ള വ്യക്തിയാണ്. പക്ഷേ ഇതിനു മുൻപ്, അതായത് ഈ അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ തുടർച്ചയായ അതിജീവിതയെ അധിക്ഷേപിച്ചപ്പോൾ അയാൾ പറഞ്ഞ കാര്യമുണ്ടായിരുന്നു. അതായത് തനിക്കെതിരെ വലിയ ആത്മവിശ്വാസമായിരുന്നു, തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല, എല്ലാ നിയമവും പാലിച്ചുകൊണ്ടാണ് ഈ പരാമർശങ്ങൾ നടത്തുന്നത്. തുടർച്ചയായി ചാനൽ ചർച്ചകളിൽ വന്ന് അധിക്ഷേപിക്കുന്നു, സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപം നടത്തുന്നു. പക്ഷെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. കോടതിയുടെ, കാരണം പോലീസ് കേസെടുത്തപ്പോഴും രാഹുൽ ഈശ്വർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് കോടതിയുടെ പരിഗണനയിൽ കേസെത്തിയാൽ തനിക്ക് നീതി കിട്ടും, കാരണം താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, ആരെയും അധിക്ഷേപിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ കോടതി കർശനമായ താക്കീതാണ് നൽകിയത്. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസിൽ അതിജീവിതയെ അധിക്ഷേപിച്ച പലർക്കെതിരെയും നടപടി ഉണ്ടായി. രാഹുൽ ഈശ്വർ നിരവധി ദിവസം ജയിലിൽ കടന്നു. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴും ഇതേ രീതിയിൽ വീണ്ടും ഈ യുവതിയെ അധിക്ഷേപിക്കുന്നു. നിയമമൊക്കെ അറിവുണ്ടായിട്ടും, നിയമത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിട്ടും വീണ്ടും അധിക്ഷേപിക്കുന്നു. സ്വാഭാവികമായും കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ, ഈ കേസ് വരുമ്പോൾ ജാമ്യം റദ്ദാക്കണമെന്ന ഒരു നടപടിയുമായി പ്രോസിക്യൂഷൻ മുന്നോട്ട് നീങ്ങുമ്പോൾ എന്ത് പ്രതീക്ഷിക്കാം? ഒരു പക്ഷേ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം അത്തരത്തിലുള്ള തെളിവുകളടക്കമാണ് പോലീസ് റിപ്പോർട്ടിനോടൊപ്പം കോടതി സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായി അതിൽ എടുത്തു പറയുന്ന കാര്യം ഇര ആരാണ്, അല്ലെങ്കിൽ ഈ പരാതിക്കാരിയായ യുവതി ആരാണ് എന്ന കാര്യം പുറം ലോകത്തെ അറിയിക്കുന്ന തരത്തിലുള്ള പരോക്ഷമായ സൂചനകൾ ഈ വീഡിയോയിലുണ്ട് എന്നതാണ് പോലീസിൻ്റെ ആക്ഷേപം. അത് കൃത്യമായി തന്നെ
ഈ നിയമവ്യവസ്ഥകളുടെ ലംഘനമാണ്, സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്നതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം മുമ്പോട്ട് വെക്കുന്നത്. അതിനെപ്പറ്റി രാഹുൽ ഈശ്വറിനും കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ആത്മവിശ്വാസം ഒരു വശത്ത് പ്രകടിപ്പിക്കുമ്പോഴും മറുവശത്ത് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിന് തന്നെ കൃത്യമായ ചില സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് പിന്നിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. അതായത് ഈ പരാതിക്കാരിയെ പൊതുസമൂഹത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം നടക്കുന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ ഒരു സംഘടിത സ്വഭാവമുണ്ട് എന്ന വിലയിരുത്തലാണ് പോലീസ്. അത് കൂടുതൽ പരാതിക്കാർ രംഗത്തെത്താതിരിക്കാനായി മറ്റുള്ളവരെ ഭീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു നീക്കം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള സൈബർ അധിക്ഷേപം പരാതിക്കാർക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ നിയമ നടപടി ഇതിൽ ഉറപ്പുവരുത്തിയില്ല എങ്കിൽ സമാനമായ തരത്തിലുള്ള ഇനി വരാനിരിക്കുന്ന പരാതിക്കാരുടെ ആത്മവിശ്വാസം അത് തകർക്കും. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായി തന്നെ പോലീസിൻ്റെ നിരീക്ഷണം, ഈ സൈബർ പോലീസും പോലീസ് ആസ്ഥാനത്ത് കൃത്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് പോലീസ് ആസ്ഥാനത്ത് ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതായത് ഇരകളുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട നേരിട്ട വിശദാംശങ്ങളോ വെളിവാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ സൈബർ ഇടങ്ങളിൽ നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന്. അത്തരത്തിൽ പല അറസ്റ്റുകളും സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന് ഉണ്ടായി. വീണ്ടും സൈബർ ഇടങ്ങൾ കൃത്യമായി പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് രാഹുൽ ഈശ്വറിൻ്റെ വളരെ നാടകീയമായ ഈ വ്യാജ അതിജീവിത പരാമർശം ഉണ്ടാകുന്നത്. അത് വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷവും ഒരുപക്ഷേ യുവതി പരാതിയുമായി വീണ്ടും രംഗത്തെത്തുന്ന സാഹചര്യം എത്തിയതോടെയാണ് കാര്യങ്ങൾ മാറിയത്. അവിടെ യുവതിക്കെതിരെ താൻ പരാതി നൽകിയെന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വർ ഇന്നലെ വീണ്ടും മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതായത് 16 ദിവസം തന്നെ അകത്തിട്ടു. അത് ഈ പരാതിക്കാരിയായ യുവതി വിവാഹിതയാണെന്ന കാര്യം താൻ പൊതുസമൂഹത്തെ അറിയിച്ചതിലുള്ള പ്രതികാരമാണ് തനിക്കെതിരെ നടക്കുന്നത് എന്ന ആക്ഷേപമാണ് രാഹുൽ ഈശ്വർ മുമ്പോട്ട് വെച്ചത്. അതടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഈശ്വർ ഒരു വശത്ത് പറയുമ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ അപമാനിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് രാഹുൽ ഈശ്വർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന ആക്ഷേപമായിരുന്നു യുവതിയുടേത്. അത് ചൂണ്ടിക്കാണിച്ചാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം ഉണ്ടായിരിക്കുന്നുവെന്ന് പ്രഥമദൃഷ്ട്യാ പോലീസിന് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അത്തരത്തിൽ ഗുരുതര സ്വഭാവമുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തുടർ നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും രാഹുൽ ഈശ്വറിനെതിരെ ഏത് നടപടി വേണമെന്ന കാര്യത്തിൽ പോലീസും ഒരു ധാരണയിലേക്ക് എത്തും. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഈശ്വറിനെതിരെ എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക? രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ ഉടൻ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും.